എനിക്ക് ഫിറോസിന്റെ അടുത്ത് ഫിറോസിന്റെ ഇപ്പോഴത്തെ യാത്രയാണ്, സിനിമകളുണ്ട്. എനിക്ക് തോന്നുന്നു ഫിറോസ് റാമ്പ് ചെയ്യാനൊക്കെ തയ്യാറാണ്, ഫാഷൻ ഷോയ്ക്കൊക്കെ പോകുന്നു. ഞാൻ സംസാരിച്ചൊരു വിഷയം, ഫാഷൻ ഷോയ്ക്കൊക്കെ പോകുന്നു. ആക്ച്വലി ഞാൻ ഇപ്പൊ ഈ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ആക്ച്വലി ഫാഷൻ എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. പക്ഷേ ഞാൻ നമ്മുടെ കൊല്ലത്താണല്ലോ എൻ്റെ നാട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ ഫാഷൻ രംഗത്തേക്ക് വരിക എന്ന് പെട്ടെന്ന് വിളിക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറവാണ്. ഞാനിപ്പോൾ എറണാകുളത്ത് വന്നതിന് ശേഷം എനിക്ക് ഫാഷൻ രംഗത്തേക്ക് കുറച്ച് അവസരങ്ങൾ, മീൻസ് ഗസ്റ്റായിട്ടും ഷോ സ്റ്റോപ്പറായിട്ടും ഒക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം അതിനകത്ത് പേയ്മെൻറ്റ്, സാധാരണ ചിലർ പേയ്മെൻറ്റ് മേടിക്കാതെയാണ് ഇതിനൊക്കെ പോകുന്നത്. ഫാഷൻ ഒരു ഫീൽഡല്ല, അതൊരു കളർഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് അത് പറ്റില്ല. കാരണം നമ്മുടെ തൊഴിലാണ്. അപ്പോൾ തൊഴിലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അതിൽ എനിക്കൊരു എമൗണ്ട്, മാന്യമായ ഒരു എമൗണ്ട് തന്ന എമൗണ്ട് മേടിച്ചിട്ടാണ് ഞാൻ ഗസ്റ്റായിട്ട് പോകുന്നതും ഷോ സ്റ്റോപ്പറായിട്ടൊക്കെ പോകുന്നത്. സോ ഇപ്പം അതിനൊരു വലിയ അടി കിട്ടിയിരിക്കുകയാണ്. ഒരു ആക്ച്വലി 2-3 ഷോ ഇപ്പം വന്നിട്ട് അത് ക്യാൻസലായിപ്പോയി. അത്യാവശ്യം നല്ല പേയ്മെൻ്റൊക്കെ പറഞ്ഞ് അത് ഫൈനൽ സ്റ്റേജിൽ അത് പിന്നെ ക്യാൻസലായിപ്പോയി. ക്യാൻസലാകാനുള്ള കാരണം പ്രഷർ പെട്ടെന്ന് നിങ്ങൾ നമ്മൾ പിരിഞ്ഞത് കൊണ്ടാണ്, ഡിവോഴ്സിലേക്ക് എത്തിയത് കൊണ്ട് വല്ലതാണോ? ഒരിക്കലുമല്ല, അതുമായിട്ടൊരു ബന്ധമില്ല. അതായത് ഇതിലേറ്റവും വേദനാജനകമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫീൽഡിൽ തന്നെയുള്ള ഈ ഫീൽഡിൽ നിന്നും അരി മേടിച്ച് കഞ്ഞി വെച്ച് കുടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് മുടക്കിയത്. വേറെ ആരുമല്ല. പേര് പറയുന്നതിന് എനിക്ക് ഓപ്പണായിട്ട് പറയാം. കാരണം ഞാൻ ആ വ്യക്തിയെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം പല കാരണങ്ങളായാൽ നമ്മുടെ ഈ വിഷയത്തിൽ, അതായത് ഞങ്ങളെ ഡിവോഴ്സിൻ്റെ ഇതിലേക്ക് വന്നു പെട്ടുപോയതാണ്. അദ്ദേഹം ഒരു കുറ്റക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല, സജനയും പറഞ്ഞിട്ടില്ല. എങ്ങനെയോ ആരോ ഒരു അവതാരകൻ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേര് ഇതിലേക്ക് ഇട്ടു, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വന്ന് പെട്ടുപോയ ഒരാളാണ്. ആക്ച്വലി അദ്ദേഹം ഞങ്ങളുടെ ഡിവോഴ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ആദ്യം തന്നെ അത് പറയട്ടെ. സോ അദ്ദേഹത്തിൻ്റെ ചില തെറ്റിദ്ധാരണകൾ മൂലം, തെറ്റിദ്ധാരണയെന്ന് എനിക്ക് പറയാൻ പറ്റും, തെറ്റിദ്ധാരണകൾ മൂലം എനിക്ക് വന്ന വർക്കുകൾ ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. വേറെ ആരുള്ള ഷിയാസ് കരീമാണ്. അപ്പം അദ്ദേഹം വർഷങ്ങളായിട്ട് ഫാഷൻ ഫീൽഡിലുള്ള, അദ്ദേഹം ഈ ഫാഷൻ ഫീൽഡിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത് തന്നെ. അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഞാൻ അവതാരകനായിട്ട് തുടക്കം കുറിച്ച ആളാണ്. നമ്മുടെ ഫീൽഡേ വേറെയാണ്. പക്ഷേ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കലയുമായി ബന്ധപ്പെട്ട് നിന്ന ഒരുപാട്, കാരണം ഞാൻ അവതാരകനായിട്ട് നിൽക്കുന്നുണ്ട്, പിന്നെ ആക്ടറായിട്ടുണ്ട്, അത്യാവശ്യം എഴുതുന്നുണ്ട്, കലയുമായി കോർഡിനേഷനുണ്ട്, ഫാഷനിൽ പിന്നെ ഗസ്റ്റായിട്ട്, ഇങ്ങനെയുള്ള പല മേഖലകൾ ടച്ച് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് ജീവിതം പോകുള്ളൂ. അപ്പം ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ഈ ഒരു 2-3 ഫാഷൻ ഷോ, അതിലൊരു 2 ഫാഷൻ ഷോയ്ക്ക് ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിട്ട് അതിൻ്റെ അഡ്വാൻസ് വരെ തന്നതാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ ചോദിച്ചു, ഷിയാസ് കരീം ആ ഷോയ്ക്ക് വരുന്നുണ്ട്. ഓൾറെഡി ഷിയാസ് കരീമിൻ്റെ പേര് നേരത്തെ അവർ, കാരണം സ്ഥിരം ഫാഷൻ ഷോകളിലെ ഒരു സ്ഥിര സാന്നിധ്യമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഗസ്റ്റായിട്ട് അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പോസ്റ്റർ ഇറങ്ങി. അപ്പോൾ പോസ്റ്റർ ഇറങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ എന്നെ സെലക്ട് ചെയ്യുന്ന ഒരു സ്പോൺസർ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഫിറോസിന് ഇതിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? ഇങ്ങനെ ഷിയാസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഷിയാസ് ഉള്ളതിനെന്ത്? മാധ്യമങ്ങൾ അങ്ങനെ പലതും പറഞ്ഞു നോക്കി, എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരു വിരോധമില്ല. ഇനി വിരോധമുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ തൊഴിലാണത്. ഒരു വേദിയിൽ വരുന്നതിന് എന്തിന് നമ്മൾ എന്തിനാണ് പേടിച്ചോടുന്നത്? ഈ അതായത് ഭീരുക്കളാണ് എപ്പോഴും ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് പേടിച്ചോടുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പേടിക്കുന്ന സൃഷ്ടാവിനെ മാത്രമേ ഉള്ളൂ. പിന്നെ സ്നേഹം കൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരെ പേടിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരെ ലോകത്ത് പേടിക്കാത്ത ആളാണ്. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു കൊടുത്ത് അവർ അഡ്വാൻസ് ഇട്ട് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വ്യക്തി ഇത് അറിഞ്ഞിട്ട്, ഷിയാസ് കരീം എന്ന് അറിഞ്ഞിട്ട് അവരെടുത്ത് വിളിച്ച് പറയുന്നു, ഫിറോസ് ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങ് മാറ്റിക്കോ. കാരണം അങ്ങനെ പിന്നെ മാറ്റില്ല, കാരണം ഓൾറെഡി ഫോട്ടോ വന്നു, അത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അത് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ, വളരെ ബാലിഷ്യമായുള്ള ഡയലോഗുകൾ എനിക്ക് തോന്നി, ഞങ്ങൾ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ക്യാമറക്കാരെല്ലാം ഞങ്ങളെ സൂം ചെയ്യും, പിന്നെ അത് വലിയൊരു ചർച്ചാ വിഷയമാവും. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഈ 3.5 കോടി ജനങ്ങൾ കിടക്കുകയാണ്, എത്രയോ സെലിബ്രിറ്റീസ് ലെവലിൽ നിൽക്കുന്നവരുണ്ട്. ഈ ഷിയാസ് എന്താണ്, ഞാൻ എന്താണ്? നമ്മളെ ക്യാമറക്കാരെല്ലാം കൂടെ വന്ന് സൂം ചെയ്ത് നാളത്തെ വിഷയമാവാൻ നാട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളങ്ങ് ഒന്നുമല്ല, മനസ്സിലായോ? നമ്മൾ ഒരു 10 പേരിലോ 2 പേര് അറിയാവുന്ന ആൾക്കാർ, എത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ക്യാമറക്കാരും ഒന്ന് സൂം ചെയ്ത് എന്ത് ബാലിഷ്യമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഈ പറഞ്ഞ വ്യക്തി എനിക്കത് വിളിച്ച് എനിക്ക് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഷിയാസിനെ വിളിച്ചു. അപ്പോൾ ആദ്യം വിളിച്ചിട്ട് പുള്ളി എടുത്തില്ല. ഞാൻ അങ്ങനെ മെസ്സേജ് ചെയ്ത്, എന്താണ് നീ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? മെസ്സേജ് ഇപ്പോഴും എൻ്റെ കിടപ്പുണ്ട്. നീ വിളിക്ക്, നീ ഒരു ഈമാനുള്ള വ്യക്തിയാണ്, നീ ഫോൺ വിളിക്കുക. എന്താണ്? ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും നിന്റെ തെറ്റിദ്ധാരണ പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ലോകത്ത്. കാരണം എൻ്റെ കയ്യിൽ 100% ശരിയായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും വിളിക്കുന്നത്. സോ ഇവൻ എടുത്തില്ല.
എന്നിട്ട് ഞാൻ പിന്നെ സജിനെ വിളിച്ചു. ഉം. സജിനെ വിളിച്ചിട്ട് സജിന ഇതേപോലെ പിന്നെ ഷിയാസ് അവൻ്റെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, പിന്നെ നീ ഒന്ന് വിളിക്കാൻ പറ, കാരണം എൻ്റെ കഞ്ഞിയിൽ പാറ്റിട്ട് എൻ്റെ 2-3 വർക്കുകൾ കളഞ്ഞ്. എനിക്കിപ്പോൾ ആ വർക്കുകളുണ്ട് വളരെ ആശ്വാസമാണ്. ഉം. കാരണം അത്യാവശ്യം ക്യാഷ് കിട്ടുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് പാടില്ലല്ലോ. അപ്പോൾ സജിന അവനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. സജിനെ വിളിച്ച് അവനെ വഴക്കുറേ എന്തോ ചെയ്തു. ഉടനെ അവൻ വാട്സപ്പിൽ തന്നെ തിരിച്ച് കോൾ ചെയ്തു. ഉം. കോൾ ചെയ്തിട്ട് ഇതേപോലെ പിന്നെ അല്ല എനിക്ക് നിങ്ങളുണ്ടെങ്കിൽ പറ്റത്തില്ല, നിങ്ങൾ വേണം ഒറ്റയ്ക്ക് വെക്കോ, എനിക്ക് പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞ എനിക്ക് അവിടെ നിന്ന് അവർ വിളിച്ച് പറഞ്ഞു, നീ ക്യാമറ കാര്യങ്ങൾ അതൊക്കെ നീ ആരായിന്, ഞാൻ നീയൊക്കെ അത്രയും വലിയ സംഭവമല്ല, അത് ആദ്യം നിർത്തുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു ഇതാക്കി. പക്ഷെ പുള്ളി അത് അങ്ങോട്ട് അടുക്കുന്നില്ല. പുള്ളി പറയുന്നില്ല അങ്ങനെ വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പം നിനക്ക് എന്നെ പേടി ഉണ്ടാവുമായിരിക്കും. പേടി ഉണ്ടായത് കൊണ്ടാണല്ലോ ഞാൻ വരുന്നൊരു വേദിയിൽ നിനക്ക് വരാൻ പറ്റാത്തത്. എന്നാൽ പുള്ളി പറയുന്നില്ല അങ്ങനെ പേടിയില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ ഉണ്ട് അവിടെ വരാം. അതായത് ഗുണ്ടായിസം പോലെ. ഞാൻ പറഞ്ഞു എനിക്ക് ഇടിച്ചു തോൽപ്പിക്കാനെന്നുള്ള ഇതില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. നീ ബാലിശമായി ചിന്തിക്കുക, നീ പ്രാക്ടിക്കലായിട്ട് പറയൂ. നീ ഒരാളുടെ കഞ്ഞി പാറ്റിട്ടിട്ടാണോ നീ ഇങ്ങനെ, എന്തിന്റെ പേരിലാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിന്റെ പേരിലാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചുരുക്കം പറഞ്ഞ അങ്ങനെ സംഭവം. പക്ഷെ പുള്ളി അടുക്കുന്നില്ല. ഇന്നലെ ആ ഷോ കഴിഞ്ഞു, ഇനിയിപ്പോ നാളെ 19th അടുത്ത ഷോ ഉണ്ട്. അതൊക്കെ പക്ഷെ അത് ഇങ്ങനെ ക്യാൻസൽ. ഇപ്പൊ ഫാഷൻ ഷോയിലെ മിക്ക കുറെ ഷോകളും ഇത് കാരണം എല്ലാ ഷോയിലും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യം പൈസ മേടിച്ചിട്ടാണ് ഞാൻ ആ പരിപാടിക്ക് പോകുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞില്ല, ഞാൻ 1 രൂപ പോലും മേടിക്കാതാണ് ഞാൻ ഇങ്ങനെ ഗസ്റ്റായിട്ട് പോകുന്നത്. ഞാൻ 1 രൂപ മേടിക്കില്ല, ഫ്രീ ആയിട്ടാ പോകുന്നത്. ഞാൻ പറയാം, അത് നിങ്ങൾക്ക് പൈസ കൊണ്ടാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യാനായിരിക്കും ഫാഷൻ. ഇത് എന്നെ സംബന്ധിച്ച് അതൊരു തൊഴിലാണ് ഇതെല്ലാം. എനിക്ക് ഫ്രീ ആയിട്ട് പോകാനോ അങ്ങനെയുള്ള ഒരു ഇത് എനിക്കില്ല. മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറച്ച് സംഭാഷണങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ പറയാം, എന്താണെന്ന് പറഞ്ഞാൽ നീ ബുദ്ധി വിളിച്ചു, പക്ഷെ നീ ചെയ്യുന്നത് ഒരിക്കലും മാന്യതയല്ല, അത് നിനക്ക് എപ്പോഴെങ്കിലും ഇതിന്റെ ഒരു തിരിച്ചടി സൃഷ്ടാവ് നിനക്ക് തന്നിരിക്കും. ഇത്ര ഞാൻ പറഞ്ഞോളൂ. ഇതാണ് അതിന്റെ സംഭവിച്ചത്. ഇത് അല്ല, അങ്ങനെ ഈ ഷിയാസ് കരീമുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഒരിക്കലും ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. ഈ ഷിയാസ് കരീമും ഞാനുമായിട്ട് ഒരു ഇഷ്യൂമില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്, നമുക്ക് ആ പേര് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ ഒരു പഴയ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് വാട്ട് എവർ മേ ബി, നമുക്ക് ആ വ്യക്തിയുടെ പേര് പറയുക, നമ്മൾ അവരെയൊന്നും ഇതിൽ വലിച്ചഴിക്കുകയല്ല. ഞാനുമായിട്ട് ഒരു ഫോട്ടോ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ ഇപ്പോ കണ്ടാലും ഒരു പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കും, നമ്മൾ എടുത്തിട്ടുണ്ട് വീഡിയോ, ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യും. അത് നമ്മളെപ്പോഴും നമുക്കൊരു കള്ളത്തരം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. നമ്മൾ പബ്ലിക്കായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, അത് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കള്ളത്തരങ്ങൾ ഉണ്ടാവില്ല. അതൊരു കോമൺ സെൻസ് ആണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പലരുടെയും കൂട്ടത്തിൽ വീഡിയോ ചെയ്യും, എന്റെ ഇൻസ്റ്റയായിട്ട് നോക്കിയാൽ മതി, ഫോട്ടോ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ കുട്ടിയായിട്ട്, ഈ പറയപ്പെടുന്ന കുട്ടിയായിട്ട് ഫോട്ടോ ഇട്ടിരുന്നു, വീഡിയോ ഇട്ടിരുന്നു. ആ സംഭവം അപ്പൊ പുള്ളി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. ഞാൻ പിന്നീട് അറിഞ്ഞ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായി. അപ്പൊ അതിൽപ്പെട്ട ഒരു സംഭവം പുള്ളിയുടെ മനസ്സിൽ ഒരു ഡാർക്ക് അടിച്ച് കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാലല്ലേ നമ്മൾ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കണ്ടേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പം ഹൈദർജി അടുത്ത് എന്തെങ്കിലും ഒരു എന്നെ കുറിച്ച് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു ചോദിക്കും, അത് മാന്യത. അല്ലാതെ മറ്റവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അതൊന്നും ഒരു ആണത്വത്തിൽ പെടുന്ന സാധനമല്ലല്ലോ. അല്ല, ആ പെൺകുട്ടി ഇപ്പം നമ്മൾ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഫിറോസിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്നായിരുന്നു സ്ഥാപിച്ചത്? അല്ല, ബന്ധമുണ്ടെന്നതിലുപരി അങ്ങനെ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കേണ്ട അത്രയും അല്ലല്ലോ പുള്ളി. ബന്ധമുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതായിരിക്കും അദ്ദേഹത്തിന്റെ ഇഷ്യൂ. അല്ലാതെ ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഫോട്ടോ ഷെയർ ചെയ്യുന്നത്. അല്ല, ഓൾറെഡി അത് ഞാനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്യൂ ഒക്കെ എന്നോ നടക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പം നമ്മൾ അത് നോക്കണ്ട, അവരുടെ ഇഷ്യൂ അത് വേറെ. നമ്മളടുത്ത് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും. ഇപ്പൊ ഹൈദർജി ബാക്കിയുള്ളടത്ത് എല്ലാം ചിലപ്പം നെഗറ്റീവ് ആയിരിക്കാം. എന്റെ അടുത്ത് ഹൈദർജി പെരുമാറുന്ന വളരെ മാന്യമായിട്ടും ഞാൻ കണ്ടിട്ടുള്ള മാന്യമായിട്ടുള്ള വ്യക്തിയായിട്ടാണ്. നിങ്ങൾക്ക് ആ സ്നേഹം എനിക്ക് തിരിച്ചു തന്നാൽ മതി. എന്റെ അടുത്ത് പെരുമാറുന്നത് എങ്ങനെയാണോ അങ്ങനെ ഞാൻ ആ രീതിയിൽ ഞാൻ കാണുള്ളൂ. മറ്റൊരാൾ എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ട് ഒരാളെ ഞാൻ വിലയിരുത്താറില്ല. അതൊരു ശരിയായ നടപടി